നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കെ UDF-ലേക്ക് മടങ്ങണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. RJD-യിലെ ഒരു വിഭാഗം UDF-ലാണെങ്കിൽ കൽപ്പറ്റ പോലുള്ള സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ അഭിപ്രായം. എന്നാൽ RJD LDF-ൽ തന്നെ തുടരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. മുന്നണി വിടുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അർഹമായ പരിഗണന ലഭിക്കാൻ മുന്നണിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. RJD നേതൃയോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ അർഹമായ പ്രാതിനിധ്യം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അർഹമായ പരിഗണന നമുക്ക് ലഭിച്ചേ മതിയാവും. ഈ യാത്ര കഴിഞ്ഞ് അതിൻ്റെ സീറ്റ് വിഭജന ചർച്ചയുടെ സമയത്ത് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മുമ്പ് തന്നെ. അപ്പം ആ രീതിയിലുള്ള പ്രാതിനിധ്യം നമുക്ക് ലഭിക്കണം. നിഖിൽ പ്രമേശാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു 2 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് ഏത് മുന്നണിയിൽ ഇരിക്കണം എന്ന കാര്യത്തിൽ പോലും ഒരു പാർട്ടിയിൽ ഒരു അഭിപ്രായ സമന്വയം എത്തിയിട്ടില്ല എന്ന് വേണമോ കരുതാൻ. എന്തായിരുന്നു ഇന്നത്തെ നേതൃയോഗത്തിലെ പ്രധാനമായ ഉയർന്ന ചർച്ചകൾ, അതിലെ തീരുമാനങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ RJD ഇപ്പോഴും ആർക്കൊപ്പം നിൽക്കണമെന്നുള്ള കാര്യത്തില് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കേൾപ്പിച്ചത് MV ശ്രേയാംസ്കുമാറിന്റെ പ്രതികരണമായിരുന്നെങ്കിൽ അല്പം കൂടി കടന്നുകൊണ്ട്, അതായത് നേരിട്ട് ഈ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുകയും CPM സംസ്ഥാന സെക്രട്ടറിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധം പുലർത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് MV ശ്രേയാംസ്കുമാറിന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. എന്നിരിക്കെ വർഗീസ് ജോർജ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണം LDF-ന്റെ അച്ചടക്ക രാഹിത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ലക്ഷ്യമിടുന്നത് CPM-നെ തന്നെയാണ്. LDF പ്രവർത്തകർ തന്നെ ചില RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, അതായത് LDF മുന്നണിയിൽ നിലനിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹം നിരന്തരം വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമീപകാലത്തായി മുന്നണിയിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല, കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ആ ഉറപ്പ് ഇന്നത്തെ പാർട്ടി പാലിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ LDF-ൽ പലതകൂറി പറഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. MV ശ്രേയാംസ്കുമാർ അല്പം കൂടി അതിനെ ലഘൂകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉയർന്ന, ആ യോഗത്തിനുള്ളിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, തിരുവനന്തപുരം കോട്ടയം ജില്ലാ കമ്മിറ്റികൾ LDF വിടണം എന്നുള്ള അസന്നിഗ്ധമായ നിലപാട് സ്വീകരിച്ചു. UDF-ലാണെങ്കിൽ മാത്രമേ തങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യവും സീറ്റ് വർധനവും ഉണ്ടാവും. വിജയ സാധ്യതയും LDF-ൽ നിൽക്കുകയാണെങ്കിൽ ഇല്ല, UDF-ലേക്ക് പോവുകയാണെങ്കിൽ കൽപ്പറ്റ അടക്കമുള്ള സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല 3 സീറ്റാണ് നിലവിൽ LDF-ലുള്ളത്. UDF-ലെത്തിയാൽ 4 സീറ്റ് വരെയായി ഉയരുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ തോൽവി. അവർ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ 5-ൽ 4 സീറ്റിലും 5 സീറ്റും പരാജയപ്പെട്ടു. 5-ൽ 4-ലും CPM പ്രവർത്തകർ തോൽപ്പിച്ചു എന്നുള്ളതാണ് RJD-യുടെ ഒരു വിമർശനം. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നത്. പക്ഷെ അപ്പോഴും MV ശ്രേയാംസ്കുമാർ സ്വീകരിച്ച നിലപാട്, ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണി വിട്ടാൽ അത് വ്യക്തിപരമായി തനിക്കും ഈ പാർട്ടിക്കും അതൊരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി തങ്ങൾ മാറുന്നു എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കും. സത്യത്തിൽ ശ്രേയാംസ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി തുടരുമെന്ന് MV ശ്രേയാംസ്കുമാർ പറയുമ്പോഴും പാർട്ടിയിൽ ഇപ്പോഴും 2 അഭിപ്രായമുണ്ട്. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.